ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എന്തൊക്കെയാ, നമ്മുടെ ഓണമൊക്കെ തുടങ്ങിയല്ലേ? ഓണത്തിന് പൂക്കളൊക്കെ ഒരുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ എക്സാംസും തുടങ്ങി. അപ്പോൾ രാവിലെ തന്നെ കാണാം കേട്ടോ, നമ്മുടെ പുലർച്ചെ തന്നെ ഒരു 5 മണിയായാൽ തന്നെ ഈ പറമ്പിലൊക്കെ പൂക്കൾ പറിക്കാൻ വേണ്ടിയിട്ട്, തുമ്പപ്പൂവും മുക്കുറ്റിയൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരും കേട്ടോ. നല്ല രസമാണ് കാണാൻ ഇതൊക്കെ പറിച്ച് കൊണ്ടുപോകുന്നത്. അതൊക്കെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയുള്ളൊരു ഓർമ്മകളാണ്. ഇവിടെയൊക്കെ ഇപ്പോഴും അങ്ങനെയുണ്ട്. കൂടുതലൊന്നും പൂക്കളില്ലെങ്കിലും അത്യാവശ്യം തുമ്പപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവരും ഓണപ്പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയോ? ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ, പൂക്കളൊക്കെ ഇടാൻ തുടങ്ങിയ കൂട്ടുകാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു വ്ളോഗായിട്ടാണ്. വ്ളോഗെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ക്ലിപ്സ്. ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ഒരു കേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇത് ചോക്ലേറ്റ് കേക്കാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടിയവർ പോയി കണ്ട് നോക്കുക. അടിപൊളി സോഫ്റ്റ് കേക്കാണ് കേട്ടോ. ഇതിൽ ഞാൻ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഓവനിലൊന്നുമല്ല ഉണ്ടാക്കിയത്, നമ്മുടെ സാധാരണ ഗ്യാസ് അടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. നല്ല സോഫ്റ്റുള്ള കേക്കാട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. കണ്ടോ, മുറിക്കുമ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. വൈകുന്നേരത്തെ ചായക്കൊക്കെ കഴിക്കാൻ ഇത് അടിപൊളി തന്നെയാണ്. ഇന്ന് ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് ഒരു ഉച്ചവരെ വൈകുന്നേരം വരെ ഒന്ന് ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ, കേടൊന്നും ആവില്ല. നല്ല അടിപൊളി കേക്കാണ്. അപ്പോൾ ഞാനിത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയ ഒരു ബോട്ടിലാണ്. അടിപൊളി ബോട്ടിലാണ് കേട്ടോ, കണ്ടില്ലേ, നല്ല രസമുള്ള ബോട്ടിലാണ്. സ്റ്റീലിൻ്റെ ടോപ്പും ഗ്ലാസിൻ്റെ ജാറുമാണേ. എന്ത് രസമാണ് കാണാൻ, ഭയങ്കര ക്യൂട്ട്. ഇങ്ങനത്തെ ക്യൂട്ടുള്ള സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു എന്താ പറയുക, എന്തോ ഒരു സന്തോഷമാണല്ലേ ഇത് കാണുമ്പോൾ. അതാ, ഇത് ഞാൻ കഴുകിയിട്ട് ഉണക്കാൻ വേണ്ടി കമഴ്ത്തി വെച്ചതാട്ടോ. ഇതിലിനി പൊടിവർഗ്ഗങ്ങളൊക്കെ ഇടണം. ഞാൻ വിചാരിച്ചത് ബിരിയാണി മസാലപ്പൊടിയും മന്തി മസാലപ്പൊടി അങ്ങനത്തെ പൊടികളൊക്കെ ഇടാമെന്ന 4 ബോട്ടിലാണ് ഞാൻ വാങ്ങിയത്. നല്ല രസമുണ്ട്. ഇതിന് വില അധികമൊന്നും ഇല്ല കേട്ടോ, ഒന്നിന് 25 റുപ്പീസേ ഉള്ളൂ. അടിപൊളി ബോട്ടിലാണ്. അപ്പോൾ ഇത് ഞാൻ അലക്കാനിട്ടതായിരുന്നു. അപ്പോൾ ഓരോ പണി ഓരോന്നിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി ചിക്കൻ്റെ ഒരു ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. അടിപൊളി ചിക്കൻ ഫ്രൈ. അതിനായിട്ട് ആവശ്യമുള്ളത് ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, മല്ലിച്ചപ്പ്, പുതിന, കഷ്ണം കറുവപ്പട്ട, 2-3 ഗ്രാമ്പു. മല്ലിച്ചപ്പും പുതിന ലേശം അധികം എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു മിക്സിൻ്റെ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് ഉപ്പ് ഇടണേ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. ഇത് ഞാൻ ചിക്കൻ കഴുകി വെച്ചതാണ്. അപ്പോൾ ഇത് അരച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് നല്ലോണം ഒന്ന് പുരട്ടി വെക്കുക. പുരട്ടിയിട്ട് നമ്മൾ കുറച്ച് നല്ലോണം കൈ വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം എല്ലാം എടുത്ത് നല്ലോണം പിടിക്കണം കേട്ടോ. കൈ വെച്ച് ഞരണ്ടിയിട്ട് ഇങ്ങനെ നമുക്കിനി ഇത് മൂടി വെക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലസും കൂടി ഇടാനുണ്ട്. അപ്പോഴത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ആവട്ടെ കേട്ടോ. അപ്പോൾ ഞാനൊരു കട്ടൻ ചായ കുടിക്കുകയാണ്. കട്ടൻ ചായ നമ്മുടെ കേക്കിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. അടിപൊളി കേക്കാട്ടോ. ഞാൻ കേക്കിൽ മുക്കി കഴിക്കുകയാണ്. കേക്കിലല്ല, ചായയിൽ മുക്കി കഴിക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 1/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഞാനിത് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ഇനിയുള്ള പൊടിവർഗ്ഗങ്ങളിടാണ്. ഞാനിടുന്ന കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഗരം മസാല പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഇടുക. ഭയങ്കര ടേസ്റ്റുള്ളൊരു റെസിപ്പി കേട്ടോ ഇത്. ഇങ്ങനെ നല്ലോണം തേച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഞാനിത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാട്ടോ പൊരിക്കുന്നത്. വെച്ചാൽ അലൂമിനിയം ചീനച്ചട്ടിയിലൊക്കെ ആയാൽ അടി പറ്റിപ്പോവും, മസാല മുഴുവനും ചീനച്ചട്ടിയുമ്പോൾ പറ്റിപ്പോവും. ഇരുമ്പിൻ്റെ ആയാലും അത്ര പ്രശ്നം വരില്ല. അപ്പോൾ ഇത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതാ അടിപൊളി സെറ്റായിട്ടുണ്ട്.
ഇനി ചീനച്ചട്ടി ചൂടായാലും എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് പൊരിക്കാം. ഇത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ പൊരിക്കേണ്ടത്. വെളിച്ചെണ്ണ പൊരിച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല അപ്പോൾ അത് നമ്മളെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഞാനിത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇനി ഏകദേശം വെളിച്ചെണ്ണയും ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി. ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല. ഇതിൻ്റെ സ്വന്തം റെസിപ്പി കേട്ടോ. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര ടേസ്റ്റ്. എന്താ പറയുക, നല്ലോണം ചിക്കനിലൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ഓരോന്ന് വാങ്ങി കഴിക്കുന്നില്ലേ, അപ്പോൾ അതിലും നല്ല നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതാണ്. മസാലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നോക്കാം. അപ്പോൾ ഭയങ്കര ടേസ്റ്റുള്ള ചിക്കനൊക്കെ നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമ്മൾ അജിനോമോട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വീട്ടിൽ യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ അതൊരു കുഴപ്പമില്ല ശരീരത്തിനൊന്നും. ഹോട്ടൽ ഫുഡാകുമ്പോൾ നമുക്കത് അൺഹെൽത്തി ആണല്ലോ. അപ്പോൾ ഇതിങ്ങനെ പൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാനൊരു ഇത് വാങ്ങിയിരുന്നു, ബെഡ്ഷീറ്റ് വാങ്ങിയിരുന്നു. ആ ബെഡ്ഷീറ്റിൻ്റെ വക്കൊന്ന് അടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ബെഡ്ഷീറ്റ്. അപ്പോൾ ഞാനിതിൻ്റെ വക്ക് അടിക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ ട്രൈപോഡ് കേടായിട്ടുണ്ട്, അതുകൊണ്ടിട്ട് എനിക്കിത് വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മെഷീന്. ഇതാണ്, ഞാൻ ഈ മെഷീനിലാണ് അടിച്ചിട്ട് ഡ്രസ്സൊക്കെ സെയിൽ ചെയ്യുന്നത് കേട്ടോ. നിസ്കാര കുപ്പായവും ജിൽബാബൊക്കെ ഞാൻ ഇതിലാണ് തയ്ക്കാറ്. ഇതിലടിച്ചിട്ടാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് കേട്ടോ. നല്ല മെഷീനായിരുന്നു. കുറച്ച് പഴക്കമുണ്ട് കേട്ടോ. 10-12 വർഷം മുമ്പുള്ള മെഷീനാണ്. പക്ഷേ ഇപ്പോൾ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് മെഷീനിന്. അതായത് അതിൻ്റെ അടിയിലുണ്ടല്ലോ ഒരു പലക പോലത്തെ സാധനം ഉണ്ടാവുമല്ലോ, നമ്മൾ എണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ പുറത്തേക്ക് താത്താവാണ്ടിരിക്കുക, അതൊക്കെ പൊട്ടിപ്പോയി. അത് പൊട്ടിയെന്ന് വെച്ചാൽ പൊടിഞ്ഞു പോയി. അതെന്താണെന്നറിയില്ല, ചെറിയ ചെറിയ പീസ്. അപ്പോൾ ഇനി ഈ മെഷീനൊക്കെ ഒന്ന് മാറ്റി വാങ്ങാനായിട്ടുണ്ട്. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നമുക്ക് ചിലതുണ്ടാവില്ല, നമുക്ക് ഭയങ്കര ഒരു അറ്റാച്ച് ഉള്ള അതുപോലെ അങ്ങനെയുള്ളൊരു മെഷീനാണിത്. എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മെഷീനാണിത്. അപ്പോൾ ഇത് കൊടുക്കാനും തോന്നുന്നില്ല. അപ്പോൾ ഇതൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മുറ്റത്തേക്ക് പോയി. അപ്പോൾ എൻ്റെ മുളക് മരത്തിൻ്റെ ഒരു മുളക് ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ഇങ്ങനെ നല്ല സന്തോഷമായിട്ടോ. ഇത് കുറേ ആയി ഞാൻ കുഴിച്ചിട്ടിട്ട്. ഇതിൽ ഒരുപാട് തവണ പൂവിട്ടിട്ട് പിന്നെ ഉണ്ടാക്കില്ലേനു. പിന്നെ ഇവിടെ വെച്ചാൽ മുള്ളൻ്റെ ശല്യമാണ് കേട്ടോ. ഈ മുള്ളൻ പന്നി ഉണ്ടല്ലോ, എന്ത് കുഴിച്ചിട്ടാലും അതങ്ങ് വെട്ടിയിട്ടേക്കും. അപ്പോൾ പൊരിച്ച് ഇട്ടിട്ട് നമ്മൾ കവറൊക്കെ കീറിയിട്ടേക്കും. അപ്പോൾ ഇതുണ്ടായപ്പോൾ ഒറ്റ മുളക് ഉണ്ടായിക്കുള്ളൂ. ഒരു വല്ലാത്തൊരു സന്തോഷം. ഞാൻ ഒരുപാട് കാലമായി. ഇത് ഉണ്ട മുളകാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പീസ് ആവശ്യമുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.